നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗുരുവായൂരിൽ ആരവമൊരുക്കി തദ്ദേശ ദിനാഘോഷം. അക്കാദമി സെക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മുഖ്യമന്ത്രി സമ്മാനിക്കും. പെരുമ്പ്ലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിന് ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കരിക്കാട് ചോല സ്വദേശി ഷക്കീറിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയയായ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു എന്നിവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കില്ലെന്നും കോടതി ഉത്തരവുകൾക്ക് വിധേയമായി സ്വകാര്യ സ്ഥലത്ത് അനുമതിയോടെ മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കുകയുള്ളൂവെന്നും CB രാജീവ്. വാർത്തകൾ വിശദമായി. അസാധ്യമാണെന്ന് കരുതി മാറ്റി നിർത്തിയിരുന്ന പല വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അക്കാദമിക് സെഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3 കാറ്റഗറിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ. ഒന്ന്, വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. 100% ഡോർ ടു ഡോർ കളക്ഷനൊക്കെ കൈവരിച്ച് കവലകളും ടൗണുകളുമെല്ലാം മാലിന്യമുക്തമാക്കുന്നതിൽ 100% വിജയിച്ചിട്ടുള്ള കുറെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ശരാശരിയിൽ നിൽക്കുന്ന കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ശരാശരിക്ക് താഴെ നിൽക്കുന്ന കുറച്ച് പേരുമുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവർ അവരുടെ നാട്ടിലെ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും. കാരണം കേരളമാകെ ഉണ്ടായ മാറ്റത്തിനൊപ്പം എന്തുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ മാറ്റമുണ്ടായില്ല എന്ന ചോദ്യം ഇപ്പോൾ ഒരു പക്ഷെ നേരിടേണ്ടി വരില്ല. പക്ഷെ നാട്ടിലാകെ മാറ്റം ഉണ്ടാവുമ്പോൾ നേരിടും, താരതമ്യം വരും. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മെയ് മാസത്തോടെ കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്തെ ഗുരുവായൂർ മോഡൽ ബ്രഹ്മപുരത്തുൾപ്പെടെ പരീക്ഷിച്ച് വിജയിച്ച കേരള മാതൃകയാണ്. ലൈസൻസ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ചുവപ്പുനാടുകൾ ഒഴിവാക്കി പ്രാദേശിക വികസന സാധ്യതകളും സാധാരണക്കാരനാവശ്യമായ സേവനങ്ങളും ലഭ്യമാക്കാൻ തയ്യാറെടുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അക്കാദമിക് സെഷൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റ് കൈപ്പുസ്തകം മന്ത്രി MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫിന് നൽകി പ്രകാശനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ച സ്വാഗതഗാനവും ഗംഗാ ശശിധരൻ അവതരിപ്പിച്ച വയലിൻ നാദവിസ്മയവും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഓൺലൈനായി വിജ്ഞാന കേരളം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ, സംഘടനാ ചെയർമാൻ M കൃഷ്ണദാസ്, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ സെക്രട്ടറി MO ജോൺ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, കേരള സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ N രമാകാന്തൻ തുടങ്ങി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു. വിവിധ അക്കാദമിക് സെഷനുകളിലായി വിജ്ഞാന കേരളം, നഗരനയനവും പ്രാദേശിക സാമ്പത്തിക വികസനവും, ഡിജിറ്റൽ സാക്ഷരതയും അഴിമതിരഹിത ഭരണവും, കേസ്മാർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലിയേറ്റീവ് പരിചരണവും ഏകോപനവും, നമ്മുടെ കേരളം മാതൃകാ സംയോജിത വികസനം, നവകേരളവും തദ്ദേശ യുവജന പ്രതിനിധികളും ഓപ്പൺ ഫോറവും നടന്നു. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രൊഫസർ RLV രാമകൃഷ്ണനും കലാമണ്ഡലം കലാകാരന്മാരും അവതരിപ്പിച്ച നൃത്തത്രയം ശ്രദ്ധേയമായി. കഥകളിയും മോഹിനിയാട്ടവും ഭരതനാട്യവും സംഗമിച്ച നൃത്തത്രയം തദ്ദേശ കലാവിരുന്നിൽ എത്തിയ കാണികൾക്ക് വേറിട്ട അനുഭവമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ചരിത്രമാണ് അരങ്ങിൽ അവതരിപ്പിച്ചത്. മൃദംഗ വിദ്വാൻ ചങ്ങനാശ്ശേരി TS സതീഷ് കുമാറാണ് നൃത്തത്തിന്റെ സാഹിത്യം ചിട്ടപ്പെടുത്തിയത്. കഥകളി വേഷത്തിൽ കലാമണ്ഡലം വൈശാഖ് രാജശേഖരൻ, മോഹിനിയാട്ടത്തിൽ RLV രാമകൃഷ്ണൻ, ഭരതനാട്യത്തിൽ സൂര്യ അനുഷ എന്നിവർ അരങ്ങിലെത്തി. RLV രാമകൃഷ്ണൻ, RLV ഗായത്രി വിജയകുമാർ, കലാമണ്ഡലം ചമ്പക്കര വിജയകുമാർ എന്നിവർ ചേർന്നാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്.
മറ്റു വാർത്തകൾ. കുന്നംകുളം നഗരസഭാ കൗൺസിലറുടെ ഭർത്താവിനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. കുറുക്കൻപാറ സ്വദേശി തോലത്ത് ജെയ്മിയാണ് അറസ്റ്റിലായത്. കോൺഗ്രസ് കൗൺസിലർ മിഷയുടെ ഭർത്താവ് സെബാസ്റ്റ്യന് നേർക്കാണ് ആക്രമണമുണ്ടായത്. സെബാസ്റ്റ്യൻ നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിൽ കയറി ബ്ലേഡ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. തർക്കത്തിനൊടുവിൽ സെബാസ്റ്റ്യനെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്ഥാപന ഉടമ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത്. കടവല്ലൂർ മണ്ഡകത്തിങ്കൽ ശ്രീ മുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 5-ന് ക്ഷേത്രം പൂജാരി പാറയ്ക്കൽ മനക്കൽ കാണിക്ക സമർപ്പിച്ച് നട തുറന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പൂജകൾക്ക് തന്ത്രി കൈപ്പറമ്പ് രവിശാന്തി മുഖ്യ കാർമ്മികനായി. 7 മണി മുതൽ പറനിറയ്ക്കൽ ചടങ്ങ് തുടങ്ങി. പൊങ്കാല സമർപ്പണവും ഉണ്ടായി. നടക്കൽ മേളം, പാൽക്കുടം നിറയ്ക്കൽ, തിടമ്പ് നിറയ്ക്കൽ എന്നിവയ്ക്ക് ശേഷം മനക്കൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 4:30-ക്ക് വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെ വരവുണ്ടായി. കൂട്ടി എഴുന്നള്ളിപ്പിൽ 14 ഗജവീരന്മാർ അണിനിരന്നു. ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കമ്മിറ്റികളുടെ നാടൻ കലാരൂപങ്ങളുടെ വരവുമുണ്ടായി. താലപ്പൊലി മഹോത്സവം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. പെരുമ്പ്ലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ച് തകർത്ത സംഭവം. അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിന് ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. ബാറിലെ ജീവനക്കാരായ പാലക്കാട് ചേരമംഗലം സ്വദേശി 43 വയസ്സുള്ള ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി 34 വയസ്സുള്ള സുജിത്, പാലക്കാട് സ്വദേശി 31 വയസ്സുള്ള ഷിജുകുമാർ എന്നിവരുമായാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ, രതീഷ്, മനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഘർഷം നടന്ന KR ബാറിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ടാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തസ്രാവം സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പെരുമ്പടപ്പ് കല്ലറ നിവാസികളായ കർഷകർക്ക് ആശ്വാസമായ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ച് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ റോഡ് സംരക്ഷിക്കാനും കൃഷിക്ക് അനുയോജ്യമായി ഭിത്തി കെട്ടി സംരക്ഷിക്കാനുമായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സക്കറിയ കൂവക്കാട്ടയിൽ, അക്ബർ മാസ്റ്റർ വിളക്കേരി, അബൂബക്കർ, കർഷകരായ അയമു കൂവക്കോട്ടയിൽ, കല്ലയിൽ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി ഇവിടെ നിൽക്കാൻ കാരണമായത് പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പദ്ധതി നടക്കുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ഈ വർക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ പ്രിയപ്പെട്ട കർഷകർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമയം തീർത്ത പരിമിതികളിൽ നിന്നുകൊണ്ട് പദ്ധതി ലഭിക്കുന്ന രൂപം വെച്ചുകൊണ്ട് പരമാവധി ആ ഭാഗത്ത് ശ്രദ്ധിക്കുമെന്ന് പ്രിയപ്പെട്ടവരോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഫണ്ടിന്റെ പരിമിതി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. എങ്കിൽ കൂടി കഴിവിന്റെ പരമാവധി ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു നൽകാൻ മാത്രമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ടായിരുന്നു പൂരാഘോഷം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാവടി, തെയ്യം എന്നിവ വൈകിട്ട് 7 മണിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തിങ്കളാഴ്ച രാവിലെ 5-ന് നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, നടക്കൽ പറ എന്നീ ചടങ്ങുകൾ നടന്നു. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് രാത്രി 8 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കുമ്പളങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 14 ഗജവീരന്മാർ അണിനിരന്നു. രാത്രി 10:30-ക്ക് കുമ്പളങ്ങാട് വിനീഷ്, ഞാങ്ങാട്ടിരി വിഷ്ണു എന്നിവർ അണിനിരന്ന തായമ്പകയുണ്ടായി. ദേവസ്വം ഓഫീസർ TK ധന്യ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് P മാധവൻ, സെക്രട്ടറി VV രാജൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി.
ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയയായ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC സെക്രട്ടറി ബിജോയ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിലെ ബോർഡുകൾ എടുത്തുമാറ്റണമെന്ന് കോടതി ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് ബോർഡുകൾ എടുത്തുമാറ്റുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിട്ട സീതാ രവീന്ദ്രന്റെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് അഡ്വക്കേറ്റ് CB രാജീവ് പറഞ്ഞു. കോടതി ഉത്തരവ് നിലനിൽക്കെ ചെയർപേഴ്സന്റെ ഉത്തരവ് അനുസരിക്കാതിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥയെ മറ്റൊരു സീറ്റിലേക്ക് സ്ഥലം മാറ്റിയെന്നും രാജീവ് ആരോപിച്ചു. ചെയർപേഴ്സൺ കോടതിയിൽ നൽകിയ മറുപടിയിൽ ഒരു ഭാഗത്ത് ബോർഡുകൾ എടുക്കാനുള്ള സെക്രട്ടറിയുടെ നടപടി തടഞ്ഞിട്ടില്ലെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് നൽകിയ വിശദീകരണത്തിൽ പരസ്പര വിരുദ്ധമായാണ് ചെയർപേഴ്സൺ മറുപടി നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകളെക്കുറിച്ച് അറിയില്ലെന്നാണ് ചെയർപേഴ്സൺ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിക്ക് യോജിച്ച നടപടിയല്ലെന്ന് CB രാജീവ് സൂചിപ്പിച്ചു. അവര് കോടതിയലക്ഷ്യകാര്യതയിൽ ഞാൻ കൊടുത്തതായ പരാതിയിൽ 3 അഫിഡവിറ്റുകൾ ഫയൽ ചെയ്തു. 3 അഫിഡവിറ്റുകൾ. ആ 3 അഫിഡവിറ്റുകളിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഹൈക്കോടതിയുടെ ഗവൺമെന്റിന്റെ ഓർഡറുകൾ ഞാൻ അറിഞ്ഞിരുന്നില്ല, ബഹുമാനപ്പെട്ട കോടതി എന്നാണ് ഒന്നിൽ പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് വേറൊന്നിൽ പറഞ്ഞത് ഇല്ലീഗൽ ബോർഡ്സ് എടുത്തു നീക്കുന്നതിന് വേണ്ടി ഞാൻ സെക്രട്ടറിയോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഒരിടത്തിൽ പറഞ്ഞത്. മറ്റൊരിടത്തിൽ പറഞ്ഞത് ഞാൻ എല്ലാം എടുത്തു മാറ്റി എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കില്ലെന്നും കോടതി ഉത്തരവുകൾക്ക് വിധേയമായി സ്വകാര്യ സ്ഥലത്ത് അനുമതിയോടെ മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കുകയുള്ളൂ എന്ന് അഡ്വക്കേറ്റ് രാജീവ് വ്യക്തമാക്കി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചതിന്റെ ഫലമായി 27-ന് ചെയർപേഴ്സണോട് നേരിട്ട് ഹാജരാകുവാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് 30 വർഷം പൂർത്തീകരിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകനുമായ M. ജയചന്ദ്രനെ ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ചടങ്ങിൽ ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് പൊന്നാടയണിയിച്ചു. ട്രഷറർ VP ആനന്ദൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. VP ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശ്, ദൃശ്യ സെക്രട്ടറി R. രവികുമാർ, വൈസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ CS സൂരജ്, പ്രശസ്ത വയലിൻ കലാകാരി കുമാരി ഗംഗ, സതീഷ് ചേർപ്പ്, ശ്യാം പെരുമ്പിലാവിൽ, ബാബുരാജ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. ദേശീയ മാനവിക വേദിയും ചാവക്കാട് ഘരാനയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ചാറിയാർ സംഗീതയാത്ര ബുധനാഴ്ച ചാവക്കാട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം ചാവക്കാട് കൂട്ടുങ്ങൽ ചതുരത്തിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. KA മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. PT കുഞ്ഞുമുഹമ്മദ്, TC കോയ, KV രവീന്ദ്രൻ, AH അക്ബർ, അൻവർ കോഹിനൂർ, ചന്ദ്രൻ പാവർട്ടി, PS അശോകൻ, VB അജിത് രാജ്, PA രാമദാസ് എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സിസ്റ്റർ ഡാനിഷ്. കാലിക പ്രസക്തി ഏറെയുള്ള വിഷയത്തിലായിരുന്നു പ്രബന്ധാവതരണം. സമൂഹമാധ്യമങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന വിഷയത്തിലാണ് ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡാനിഷ് പ്രബന്ധം അവതരിപ്പിച്ചത്. കഴിഞ്ഞ 13-14 തീയതികളിൽ ചെന്നൈ ക്രസന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് സിസ്റ്റർ സമകാലിക സമൂഹം ചർച്ച ചെയ്യേണ്ട ഗൗരവതരമായ വിഷയത്തിലൂന്നിയ പ്രബന്ധം അവതരിപ്പിച്ചത്. കുന്നംകുളം മേഖലയിലെ 10 വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നടത്തിയ പഠനത്തെ തുടർന്നാണ് സമൂഹമാധ്യമങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതം എന്ന പ്രബന്ധം സിസ്റ്റർ ഡാനിഷ് തയ്യാറാക്കിയത്. ഞാൻ കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ മെമ്പറാണ്. അപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടറാണ് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ. ഒരു അഡോൾസൻസിനാണെങ്കിൽ മാക്സിമം 28 മിനിറ്റ്, അത് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഡിസ്ട്രാക്റ്റഡ് ആകും. ദെൻ അത് കഴിഞ്ഞ് പിന്നെ അവൻ വീണ്ടും ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറ്റണില്ല.
പിന്നെ അവർക്ക് വയലൻസ്, പിന്നെ ആങ്സൈറ്റി, പിന്നെ ഡിപ്രഷൻ, സ്ട്രെസ്സ്, അതൊന്നും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവർ ആത്മഹത്യ അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ പലപ്പോഴും അവർക്ക് ഈ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് പറ്റുന്നില്ല. ആ മോറൽ വാല്യൂസൊക്കെ പോയി അവരുടെ. പോലീസ് അക്കാദമിയിലെ ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ ജയേഷ് ജോസഫ് പ്രബന്ധം തയ്യാറാക്കുന്നതിൽ സിസ്റ്റർ ഡാനിഷിന്റെ ഗൈഡായി പ്രവർത്തിച്ചു. എ സ്റ്റഡി ഓൺ ഇംപാക്ട് ഓഫ് സോഷ്യൽ മെച്യൂരിറ്റി ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി ഓൺ സെൽഫ് എസ്റ്റീം ഓഫ് അഡോൾസൻസ് എന്ന വിഷയത്തിലും സിസ്റ്റർ ഡാനിഷ് കുന്നംകുളം നഗരസഭയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ പഠനം നടത്തി പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. കുന്നംകുളം DOന്റെ കീഴിലുള്ള 10 സ്കൂളാണ് നമ്മൾ ചെയ്തത്, ചാവക്കാട്. അപ്പോൾ അജിതാകുമാരി മാമാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ഞാൻ മെയിനായിട്ട് എടുത്തത് കുന്നംകുളം മുനിസിപ്പാലിറ്റി ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ബോയ്സിൽ പോയി LIG, പിന്നെ നമ്മുടെ സ്കൂള്, പിന്നെ ബദനി, കോൺകോട്, അടുപ്പുട്ടി സ്കൂൾ, അങ്ങനെ കുറച്ച് 10 സ്കൂളുകളിലായിട്ടാണ് സ്റ്റഡി നടത്തിയത്. അതിൽ നിന്ന് 10 മാത്രം നമ്മൾ എടുത്ത് അത് സ്റ്റഡി ചെയ്തോളൂ. അങ്ങനെ ടോട്ടൽ 120 ആണ് ചെയ്തത്, കുട്ടികളുടെ ഇടയിൽ സ്റ്റഡി നടത്തിയത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ കേന്ദ്ര സംസ്ഥാന ബജറ്റുകളുടെ അവലോകന സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ഇക്കണോമിക്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫിസിക്കൽ ലെൻസ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ബജറ്റ് എന്ന വിഷയങ്ങളിലാണ് സെമിനാർ നടത്തിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കാലിക്കറ്റ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KN സുജിൻ വിഷയം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J ബിൻസി അധ്യക്ഷത വഹിച്ചു. ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ നീതു S അറക്കൽ, അസോസിയേഷൻ സെക്രട്ടറി PR ആര്യ എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ആഘോഷിക്കും. തിങ്കളാഴ്ച രാത്രി കൂത്തുകൂറയിട്ടതോടെ തട്ടകങ്ങളിൽ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 98 ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ പൂരത്തിനായി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ പിറ്റേ ദിവസം കളരിയിൽ നിന്നുള്ള ആദ്യ പറയും, കുംഭമഞ്ച് തിങ്കളാഴ്ച കുണ്ടൂരിൽ നിന്നുള്ള അവസാന പറയ്ക്കു ശേഷം കുണ്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് നടചൊല്ലി മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി ദീപാരാധന, ചുറ്റുവിളക്ക്, പറയെടുപ്പ്, പള്ളിപ്പാനയ്ക്കു ശേഷം ക്ഷേത്ര ഊരാളൻ കോട്ടൂർമന വാസുദേവൻ നമ്പൂതിരിയുടെ മകൻ നാരായണനുണ്ണി നമ്പൂതിരി കൂത്തിന് കൂറയിട്ടു. 12ാം കൂത്തിനാണ് ഇത്തവണ മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം നടക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, വിശേഷാൽ പൂജകൾക്കു ശേഷം കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് നടക്കും. പൂരം വരെയുള്ള ദിവസങ്ങളിൽ പറയെടുപ്പിന് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തും. പൂരദിവസം ഉച്ചയ്ക്ക് നടക്കൽ പറയുമുണ്ടാകും. ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയാണ് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ സംഗമഭൂമിയായ മുലയമ്പറമ്പത്തുകാവിലെ പൂരം നടക്കുക. 27 വ്യാഴാഴ്ച വൈകിട്ട് പ്രസിദ്ധമായ പൂരവാണിഭം നടക്കും. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും സംഗീതരാവും സംഘടിപ്പിച്ചു. ഗ്രാമീണ വായനശാല KK കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയംപുള്ളി അധ്യക്ഷനായി. MT വാസുദേവൻ നായരുമായി ആത്മബന്ധമുണ്ടായിരുന്ന പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദൻ വിശിഷ്ടാതിഥിയായി. വായനശാല സെക്രട്ടറി VD ബിജു, വനിതാവേദി കൺവീനർ AM സുമിത, കലാസമിതി പ്രസിഡന്റ് CC ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത സിത്താറിസ്റ്റ് ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം നേതൃത്വം നൽകിയ സംഗീതരാവിൽ കണ്ടാണശ്ശേരിയിലെ 15ഓളം കലാകാരന്മാർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൃപേഷ് ശരത്ലാൽ 6ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരിന്തിരുത്തി, കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, VK മുഹമ്മദ്, NK അബ്ദുൾ മജീദ്, മിനി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തങ്കോട് പുതിയമാത്തൂർ ശ്രീ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കുമ്പത്തിൽ ചോതിനാളിൽ നടത്തുന്ന പൂരമഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ പ്രത്യേക പൂജകൾ നടക്കും. പുനരുദ്ധാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യ പൂരാഘോഷമായതിനാൽ വലിയ ആരവങ്ങളോടെയാണ് ഇക്കുറി ആഘോഷം. കഴിഞ്ഞ വർഷം ആചാരങ്ങൾ മാത്രമായി വളരെ ലളിതമായിട്ടായിരുന്നു ഉത്സവാഘോഷം. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി കൃഷ്ണൻ തിരുമേനി നേതൃത്വം നൽകും. ഉത്സവ ദിവസം 7ഓളം ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന, തെയ്യം, കരിങ്കാളി, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ വിവിധ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും.
സുരക്ഷാ ഒരുക്കത്തിനായി കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിൽ ദേശോത്സവ കമ്മിറ്റികളുടെയും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുമായി യോഗം ചേരുകയും സമയക്രമം പാലിക്കുവാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. തലയെടുപ്പുള്ള 10ഓളം ഗജവീരന്മാർ ആഘോഷത്തിൽ അഴകാകും. ചെർപ്പുളശ്ശേരി ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ചോറ്റാനിക്കര നന്ദകുമാർ മാരാറുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറും. വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ആലിംഗലം അവതരിപ്പിക്കുന്ന വീരനാട്യമുണ്ടായിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പുതുക്കി പണിത വഴിയമ്പലം, ചുറ്റമ്പലം, തിടപ്പള്ളി, മുളയറ എന്നിവ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വാസ്തുശാസ്ത്രാചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ നാടിന് സമർപ്പിച്ചത്. 2023 മാർച്ചിലാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്. ഇവരുടെ ശ്രമഫലമായാണ് എത്രയും പെട്ടെന്ന് നവീകരണം നടത്താൻ കഴിഞ്ഞത്. ക്ഷേത്രകുളം നവീകരണം, നടപ്പുര നിർമ്മാണം എന്നിവയാണ് അടുത്ത ലക്ഷ്യം. ശാന്തി കൃഷ്ണൻ തിരുമേനി, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി മാടശ്ശേരി, സെക്രട്ടറി സതീഷ് തുള്ളിക്കാട്, ട്രഷറർ പെരുമ്പുള്ളി കൃഷ്ണൻ നമ്പൂതിരി, രക്ഷാധികാരി സുബ്രഹ്മണ്യൻ, ഭാരവാഹികളായ സുനിൽ, ഹരിദാസ്, അനൂപ്, ഗംഗാധരൻ, നിഷാന്ത്, അജിത്, ദിലീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 15ഓളം കമ്മിറ്റികളാണ് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. ജന്മാന്തര സുഹൃത്തെന്നോ എന്തോ പറയട്ടെ, പൂരത്തിന് മുമ്പായിട്ട് നമുക്ക് സമർപ്പണം നടത്താനും പൂർവാധികം ഭംഗിയായിട്ട് ഈ കൊല്ലത്തെ ഉത്സവം ആഘോഷിക്കാനും ദേവിയുടെ അനുഗ്രഹത്താലും നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണം കൊണ്ടും ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പുനരുദ്ധാരണത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നടപ്പര നിർമ്മാണം, ഗോപുരം നിർമ്മാണം, കുളം നവീകരണം തുടങ്ങിയ കർമ്മങ്ങളാണ് നടത്താനുള്ളത്. അത് ഈ നിലവിലെ കമ്മിറ്റിയെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഇവരുടെ ഉത്സാഹത്തിലും ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് അതും കൂടിയും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉത്സവം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പുന്നൂർ പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യവിത്താണ് നൽകിയത്. 6660 മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ അറാഫത്ത്, കർഷകരായ സിദ്ദിഖ്, കുഞ്ഞുട്ടി, സുരേന്ദ്രൻ, സ്വപ്ന, ഫിഷറീസ് ഉദ്യോഗസ്ഥരായ മനീഷ്, ഗീതാമോൾ എന്നിവർ പങ്കെടുത്തു. പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നട തുറപ്പ് നടന്നു. ക്ഷേത്രത്തിലെ പുരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി ഈ മാസം 10 അടച്ച നടയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം തുറന്നത്. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടുമുണ്ടായി. വൈകിട്ട് കലാനിലയം കമൽനാഥ് അവതരിപ്പിച്ച തായമ്പക, മേളം, വിശേഷാൽ നിറമാല, സഹസ്ര ദീപാർച്ചന, പറ എന്നിവയ്ക്ക് ശേഷം വീരനാട്യം എന്ന നൃത്തവിരുന്നും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-2024 പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് PVC വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗുണഭോക്തൃ വിഹിതമടക്കം 40,000 രൂപ ചെലവിൽ 10 പേർക്കാണ് ടാങ്ക് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ PS അലി അധ്യക്ഷനായി. നിർവഹണ ഉദ്യോഗസ്ഥൻ ടോണി ജോസഫ്, പഞ്ചായത്ത് മെമ്പർ ബുഷറ നൌഷാദ് എന്നിവർ പങ്കെടുത്തു. പുന്നൂർ പഞ്ചായത്ത് അറിയിപ്പ്. ഭൂമി ഉള്ളവരും വീടില്ലാത്തവരുമായ ലൈഫ് ഗുണഭോക്താക്കൾ മാർച്ച് 31 മുൻപ് പഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ കരുണ, അന്നപൂർണ പാടശേഖര സമിതികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പന്നിവേട്ട നടത്തി. 1-ാം വാർഡിൽ നടത്തിയ പന്നിവേട്ടയിൽ 6 പന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. അലി നെല്ലേങ്ങര, BJ തോമസ്, ദേവകുമാർ വരിക്കത്ത്, ചന്ദ്രൻ വരിക്കത്ത്, KP ഷാൻ എന്നിവർ നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ഷഹന അലി, അന്നപൂർണ പാടശേഖര സമിതി പ്രസിഡന്റ് EC മുരളീധരൻ, അംഗം അലി കുന്നത്ത്, കരുണ പാടശേഖര സമിതി പ്രസിഡന്റ് MM അബ്ദുൽ ജലീൽ, അംഗങ്ങളായ KT ഉമർ, KP അബ്ദുൽ സലാം എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. പന്നിശല്യം വർദ്ധിച്ചതിനാൽ പച്ചക്കറികൾ, നെല്ലുകിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങി യാതൊരുവിധ കൃഷികളും മാസങ്ങളായി നടത്താൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്ന് വാർഡ് മെമ്പർ ഷഹന അലി പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ തോടുകൾ വറ്റിയതോടെ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ ജലക്ഷാമം രൂക്ഷമായി. നടീൽ കഴിഞ്ഞ് 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് വേണ്ടത്ര വെള്ളം ലഭിക്കാത്തതിനാൽ മുരടിക്കുന്നത്. കതിരിടുന്ന സമയത്ത് ധാരാളം വെള്ളം ആവശ്യമുള്ളപ്പോൾ
കണ്ടങ്ങളെല്ലാം വരണ്ട് കട്ട വീണ്ട് കിടക്കുകയാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട നെൽച്ചെടികൾക്ക് ആവശ്യമായ വെള്ളം എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. തോട് വികസനം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. നെൽകർഷകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവുമായി നിരവധി നിവേദനങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. കാട്ടകമ്പാൽ, നന്നമുക്ക്, ആലംകോട്, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട 13 കിലോമീറ്റർ തോട് നവീകരിക്കുമെന്നായിരുന്നു അധികൃതർ നൽകിയ വാഗ്ദാനം. സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയെങ്കിലും തോട് നവീകരണം പേരിനു മാത്രമേ നടന്നുള്ളൂവെന്ന് കർഷകർ പറയുന്നു. പഴഞ്ഞി പെരുന്തിരുത്തി കരിയപ്പാടം കോൾപ്പടവ് കൊയ്ത്തിനൊരുങ്ങി. മാർച്ച് 5 മുതൽ കൊയ്ത്ത് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. 50 ഏക്കറുള്ള കോൾപ്പടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. ഇത്തവണ മേഖലയിൽ ആദ്യമായി ഞാറുനടിൽ പൂർത്തിയാക്കിയത് കരിയപ്പാടം കോൾപ്പടവിലായിരുന്നു. നവംബർ ആദ്യത്തിൽ തന്നെ നടിൽ പൂർത്തിയാക്കി നേരത്തെ കൃഷി ചെയ്തതിനാൽ കൃഷിക്ക് വെള്ളം സുലഭമായി ലഭിച്ചതായി കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് KM റസാഖ്, സെക്രട്ടറി NA സുലൈമാൻ എന്നിവർ പറഞ്ഞു. മാർച്ച് അവസാനത്തോടെ കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ഷോപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച് നടപ്പിലാക്കുക, ഇരിപ്പിടാവകാശ നിയമം കർശനമായി നടപ്പിലാക്കുക, തൊഴിലാളികളുടെ ക്ഷേമനിധിയുടെ പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 20 സംഘടിപ്പിക്കുന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാനായി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾക്ക് ലഘുലേഖ വിതരണം ചെയ്തു. ഏരിയ സെക്രട്ടറി PG സുബിദാസ്, പ്രസിഡന്റ് MK സദാനന്ദൻ, ട്രഷറർ KS പുഷ്പാകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TI സുരേഷ്, KV സുമേഷ്, ശോഭ രഞ്ജിത്ത്, NP രമേഷ്, ചെറുപുഷ്പം ജോണി, NC സതീഷ്, TV മനോഹരൻ, VK ബൈജു, KS ശ്രുതി, VV ഷൈമ എന്നിവർ വിവിധ മേഖലാ കമ്മിറ്റികളിൽ ലഘുലേഖ വിതരണത്തിന് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ആർത്തവ പരിപാലനത്തിനായി വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. 1.5 ലക്ഷം രൂപ വകയിരുത്തി സാനിറ്ററി പാഡ് വിമുക്ത പഞ്ചായത്ത് എന്നതിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി ഈ വർഷവും പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മെൻസ്ട്രുവൽ കപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ M അർച്ചന മെൻസ്ട്രുവൽ കപ്പിന്റെ ഗുണം, ഉപയോഗം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ CV സുഭാഷ്, MK ശശീന്ദ്രൻ, രമ്യ ഷാജി, ടെസി ഫ്രാൻസിസ്, മൈമുന ഷബീർ, KR സിമി, സൈബുനിസ ഷറഫു, ജോളി തോമസ്, രജിത ഷാജി, CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, PR അനുമോൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ 50 ഉദ്ഘാടനങ്ങളിലെ 12ാമത്തെ ഉദ്ഘാടനമാണ് ഇത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നാപ്കിൻ ഇൻസിനേറ്റർ മെഷീൻ സ്ഥാപിച്ചു. ഡിവിഷൻ മെമ്പർ AK സുബൈറിന്റെ ശ്രമഫലമായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് വെളിയങ്കോട്, മാറഞ്ചേരി, പാലപ്പെട്ടി സ്കൂളുകളിൽ ഇൻസിനേറ്റർ സ്ഥാപിച്ചത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഡിവിഷനിലെ സ്കൂളുകൾക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് ഡിവിഷൻ മെമ്പർ അറിയിച്ചു. ഡിവിഷനിലെ വിദ്യാലയങ്ങളിൽ ഓരോ വിദ്യാലയത്തിൻ്റെയും വ്യത്യസ്ത ഇടങ്ങളിൽ നാപ്കിൻ ഇൻസിനേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ പ്രതിധ്വനി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പുരോഗതിയും അതോടൊപ്പം തന്നെ പഠന നിലവാരത്തിലുണ്ടായ വലിയ മുന്നേറ്റവുമാണ്. ആ മുന്നേറ്റത്തോടൊപ്പം പുതിയ യുഗത്തിനനുസൃതമായ ഇത്തരം പദ്ധതികൾ ജില്ലാ പഞ്ചായത്തും പുന്നൂർക്കുളം ചമ്മന്നൂർ സ്റ്റുഡൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 2ാമത് ജമാൽ മെമ്മോറിയൽ ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റിൽ SNGC ചേലന്നൂർ ജേതാക്കളായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനെ പരാജയപ്പെടുത്തിയാണ് യൂത്ത് വിംഗ് ആറ്റുപുറം സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫി SNGC ചേലന്നൂർ സ്വന്തമാക്കിയത്. PM സ്പോർട്സ് ക്ലബ് സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് ട്രോഫി ക്രൈസ്റ്റ് കോളേജും നേടി. ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ടൂർണമെന്റിൽ സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, ഹോളി ഗ്രേസ് ഹോളി അക്കാദമി മാള എന്നീ ടീമുകളും പങ്കെടുത്തു. വ്യക്തിഗത ചാമ്പ്യന്മാരായി ബെസ്റ്റ് അറ്റാക്കർ യൂത്ത് വിംഗ് ക്ലബ്ബിലെ ഫൈസൽ, ആദിത്യൻ യൂത്ത് വിംഗ്, ബെസ്റ്റ് ലിബറോ മണിക്കുട്ടൻ PMM സ്പോർട്സ് ക്ലബ് എന്നിവർ കരസ്ഥമാക്കി. കൂടാതെ ഫൈനലിന് മുമ്പ് വെറ്ററൻസ് ചമ്മന്നൂരും തിരൂർ പൊല്ലിശ്ശേരി PFIയും തമ്മിൽ സൗഹൃദ പ്രദർശന മത്സരവും ഉണ്ടായിരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് ക്ലബ് പ്രസിഡന്റ് ജമാൽ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ AK അലി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ റിട്ടയേർഡ് പ്രൊഫസർ IP അബ്ദുൾ റസാഖ്, അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് വിശ്രമജീവിതം നയിക്കുന്ന 5 പേരെ ചടങ്ങിൽ ആദരിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അസ്കർ അറയ്ക്കൽ സ്വാഗതവും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ PM സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ശരത്ലാൽ കൃപേഷ് ഷുഹൈബ് രക്തസാക്ഷി ദിനാചരണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംകുമാർ പാത്രമംഗലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അൻസാർ തയ്യൂർ, അക്ബർ പഴവൂർ, മറഡോണ പീറ്റർ, അനിൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പുന്നൂർക്കുളം പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളിലെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. കാർപ്പിനത്തിൽപ്പെട്ട 6350 കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആലത്തയിൽ മൂസ, ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, മെമ്പർമാരായ PS അലി എന്നിവരും കർഷകരായ ഷാജി ആലത്തയിൽ, സിദ്ധാർത്ഥൻ മാമ്പറ്റ്, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ ലത്തീഫ് എന്നിവരും ഫിഷറീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം രാമനവമിയോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 3 മുതൽ 6 വരെയാണ് നൃത്ത സംഗീതോത്സവം. നൃത്തം, സംഗീതം, തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളി എന്നീനങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം കൗണ്ടറിൽ മാർച്ച് 28-ാം തീയതിക്ക് മുൻപ് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 98 47 16 22 66. നമ്പർ ആവർത്തിക്കാം 98 47 16 22 66. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒടുവിൽ ചിറമനങ്ങാട്ടെ കനിവ് ട്രസ്റ്റിന്റെ കീഴിലുള്ള എൻ്റെ വീട് എന്ന സ്ഥാപനത്തിൽ അന്തേവാസിയായി എത്തിച്ചേരുകയും ചെയ്ത 72-കാരി വളാഞ്ചേരി കിഴക്കേപ്പാട്ട് ഇന്ദിരാദേവി ഓർമ്മയായി. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും കേൾക്കുന്നതും കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. 2 വർഷത്തോളമായി കനിവിൽ കഴിയുന്ന ഇന്ദിരാമ കനിവ് ആസ്ഥാന ഗായികയായി അറിയപ്പെട്ടിരുന്നു. ശാന്ത സ്വഭാവക്കാരിയായ ഇന്ദിരാമ സഹവാസികൾക്കും ട്രസ്റ്റ് അംഗങ്ങൾക്കും പ്രിയപ്പെട്ടവളായിരുന്നു. 35 വർഷത്തോളം വളാഞ്ചേരി വെങ്ങാടുള്ള അങ്കണവാടിയിൽ ഹെൽപ്പറായി ജോലി ചെയ്ത് വിരമിച്ചു. വിവാഹം കഴിക്കാത്ത ഇന്ദിരാമ വീട്ടിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്നാണ് കനിവിലെത്തിയത്. കനിവിലെ ആഘോഷ ദിവസങ്ങളിൽ 2 കൈകളിലും മൈലാഞ്ചി അണിയുകയും പാട്ടുപാടുകയും പതിവായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 കനിവിൽ എത്തിച്ച ഇന്ദിരാമയുടെ മൃതദേഹം കണ്ട സഹ അന്തേവാസികൾക്ക് സങ്കടം അടക്കാനായില്ല. ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ S ജമീല, സെക്രട്ടറി KT അബ്ദു, ട്രസ്റ്റ് അംഗം സ്മിത മുരളി, ഫൈസൽ റഹ്മാൻ, മാനേജർ ബാപ്പുനു V മുഹമ്മദ്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. 10 മണിയോടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ജന്മസ്ഥലമായ വളാഞ്ചേരി വെങ്ങാട്ടിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം 2 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. സുകുമാരൻ, ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മണൻ എന്നിവർ സഹോദരങ്ങളാണ്. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെ BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണൻ ഹാരം അണിയിച്ച് മധുരം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി വാസുദേവൻ, വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, KC രാജു, വാർഡ് മെമ്പർമാരായ ഇന്ദിര പ്രഭുലൻ, അനിത ധർമ്മൻ, ഗോകുൽ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7970 രൂപ, സ്വർണം പവന് 63,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം ആളൂർ പുലിക്കോട്ടിൽ ജോസ് ഭാര്യ സെലീന നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. CV, CG എന്നിവർ മക്കളാണ്. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AM ഷഫീഖിന്റെ മാതാവ് ചാലിശ്ശേരി കിഴക്കേ പട്ടിശ്ശേരി പരേതനായ ആലത്തേൽ മുഹമ്മദ് ഭാര്യ സഫിയ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കിഴക്കേ പട്ടിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. സുനിത, സൗദ എന്നിവർ മറ്റു മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
ഗുരുവായൂരിൽ ആരവമൊരുക്കി തദ്ദേശ ദിനാഘോഷം. അക്കാദമി സെക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മുഖ്യമന്ത്രി സമ്മാനിക്കും. പെരുമ്പ്ലാവിൽ യുവാവിനെ ആക്രമിച്ച് തലയോട്ടി അടിച്ചു തകർത്ത സംഭവം അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ആക്രമണത്തിന് ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് കണ്ടെത്തി. പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കരിക്കാട് ചോല സ്വദേശി ഷക്കീറിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയയായ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു എന്നിവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കില്ലെന്നും കോടതി ഉത്തരവുകൾക്ക് വിധേയമായി സ്വകാര്യ സ്ഥലത്ത് അനുമതിയോടെ മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കുകയുള്ളൂവെന്നും CB രാജീവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.